നമസ്കാരം. നമ്മുടെയൊക്കെ ഈ തിരക്കുപിടിച്ച ജീവിതത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലേ? വലിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനു മുമ്പ് തന്നെ ശരീരം വളരെ പതുക്കെ നമ്മളോട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കരളിന്റെ കാര്യത്തിൽ. എന്തെങ്കിലും അസുഖം വരുമ്പോഴോ ഡോക്ടർ പറയുമ്പോഴോ മാത്രമാണ് നമ്മളിൽ പലരും കരളിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. ഇന്ന് നമ്മൾ വളരെ ലളിതമായി കരളിന്റെ ആരോഗ്യത്തെക്കുറിച്ചും അത് നമുക്ക് നൽകുന്ന ചില സൂചനകളെക്കുറിച്ചും സംസാരിക്കാൻ പോവുകയാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ സംസാരം നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമാവുക. നമ്മൾ സാധാരണയായി നമ്മുടെ ഹൃദയത്തെക്കുറിച്ചോ ശ്വാസകോശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രഷറിനെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഒരു ബഹളവുമില്ലാതെ നമുക്കുവേണ്ടി ഓരോ ദിവസവും വിശ്രമമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ കരള്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനും ശരീരത്തിലെ ആവശ്യമില്ലാത്ത വിഷാംശങ്ങളെ പുറന്തള്ളാനും നമുക്ക് വേണ്ട ഊർജ്ജം സംഭരിക്കുവയ്ക്കാനുമൊക്കെ ഈ നിശ്ശബ്ദനായ കാവൽക്കാരൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ ലിവർ ഫെയിലിയർ അഥവാ കരളിന്റെ പ്രവർത്തനം നിലയ്ക്കുകയെന്ന് പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിക്കേണ്ട കേട്ടോ. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കരളിനെ അതിന്റെ ദൈനംദിന ജോലികൾ ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണിത്. കരളിന് അമിതമായ ജോലിഭാരം വരികയും അതാകെ തളർന്നു പോവുകയും ചെയ്യുന്നൊരവസ്ഥ. നല്ല ആരോഗ്യമുള്ളൊരു കരൾ വളരെ സ്മൂത്തായിട്ടാണ് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റുന്നത്. എന്നാൽ എന്തെങ്കിലും ക്ഷീണമോ കേടുപാടുകളോ സംഭവിച്ചൊരു കരളിന് പണ്ടത്തെ പോലെ അത്ര എളുപ്പത്തിൽ ആ ജോലികൾ ചെയ്യാൻ പറ്റില്ല. ശരീരത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓടിയെത്താൻ അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്നൊരു ദിവസം കരൾ പണിമുടക്കുമോ എന്ന് ചിലർക്കെങ്കിലും സംശയം കാണും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ പെട്ടെന്ന് സംഭവിക്കാമെങ്കിലും ഭൂരിഭാഗം ആളുകളിലും ഇത് വളരെ പതുക്കെ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടുതന്നെ തുടക്കത്തിലെ ചില മാറ്റങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കിതിനെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും. വളരെ വേഗത്തിൽ, അതായത് ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ട് കരളിന് സംഭവിക്കുന്ന കേടുപാടുകളെ നമ്മൾ അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് വിളിക്കും. എന്നാൽ വളരെ പതുക്കെ ഒച്ചയും ബഹളവുമില്ലാതെ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് സംഭവിക്കുന്നതിനെ ക്രോണിക് എന്നും പറയും. ഇത് വളരെ പതുക്കെയാണ് ശരീരത്തെ ബാധിക്കുന്നത്. എന്തൊക്കെയാവും കരളിന് കേടുപാടുകൾ സംഭവിക്കാൻ പ്രധാന കാരണം? ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ചില വൈറൽ ഇൻഫെക്ഷനുകൾ, കരളിൽ അമിതമായി കൊഴുപ്പടിയുന്നത്, ചില മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം, പിന്നെ അമിതമായ മദ്യപാനം. ഇതിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് സാഹചര്യത്തിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണിത്. പ്രശ്നം മനസ്സിലാക്കി പരിഹാരം കാണുക എന്നത് മാത്രമാണ് പ്രധാനം. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ വളരെ പതുക്കെയാണോ വരിക എന്ന് ചോദിച്ചാൽ അതെ, പലപ്പോഴും നമ്മളിത് പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല. തുടക്കത്തിൽ ശരീരം തരുന്ന ആ ചെറിയ സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. പ്രധാനമായും 7 ലക്ഷണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലെ ആദ്യത്തെ ലക്ഷണം വല്ലാത്തൊരു ക്ഷീണമാണ്. നമ്മൾ ആവശ്യത്തിന് ഉറങ്ങുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്താലും മാറാത്തൊരു തളർച്ച ശരീരത്തിന് തോന്നും. കരളിന് ആവശ്യത്തിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ശരീരം നൽകുന്ന ഒരു ചെറിയ സൂചനയാണിത്. പക്ഷേ ക്ഷീണം വരുമ്പോഴേക്കും കരളിന് പ്രശ്നമാണെന്ന് വിചാരിച്ച് ആരും പേടിക്കല്ലേ. ഇന്നത്തെ കാലത്തെ ജോലി തിരക്കോ സ്ട്രെസ്സോ അല്ലെങ്കിൽ യാത്രകളോ ഒക്കെ കാരണം ആർക്കും എപ്പോഴും ക്ഷീണം വരാം. അത് വളരെ സാധാരണമാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെന്ന് കരുതി ഉടനെ അത് ലിവർ ഫെയിലിയർ ആകണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും ഈ ബുദ്ധിമുട്ടുകളുണ്ടാകാം. പക്ഷേ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അത്രമാത്രം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണുകളിലോ ചർമ്മത്തിലോ കാണുന്ന ഒരു മഞ്ഞ നിറമാണ്. ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ പുറന്തള്ളാൻ കരളിന് ബുദ്ധിമുട്ട് വരുമ്പോൾ അവ രക്തത്തിൽ കലരുകയും അത് ശരീരത്തിൽ മഞ്ഞ നിറമായി കാണപ്പെടുകയും ചെയ്യും. മൂന്നാമത്തെ ലക്ഷണം വയറ്റിലോ കാലുകളുടെ താഴ്ഭാഗത്തോ അല്പം നീരുവെക്കുന്നതാണ്. കരളിന്റെ പ്രവർത്തനം വല്ലാതെ മന്ദഗതിയിലാകുമ്പോൾ ശരീരത്തിൽ ദ്രാവകങ്ങൾ അഥവാ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഈ കാലുകളിൽ നീരുവരുന്നത്. നാലാമതായി ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒട്ടും തോന്നാതിരിക്കുകയോ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഒരു ഓക്കാനം വരികയോ ചെയ്യാം. ദഹനപ്രക്രിയയെ സഹായിക്കാൻ കരളിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമ്പോഴാണ് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഇങ്ങനെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നത്. ഇവിടെയും ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ ലക്ഷണങ്ങൾ കേട്ട് ഒട്ടും ഭയപ്പെടേണ്ട. ദഹനപ്രശ്നങ്ങൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും വിശപ്പില്ലായ്മയൊക്കെ വരാം. നമ്മുടെ ശരീരത്തെയും അതിലെ മാറ്റങ്ങളെയും ശാന്തമായി മനസ്സിലാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അഞ്ചാമത്തെ ലക്ഷണം നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആവശ്യത്തിന് വെള്ളം കുടിച്ചാലും മൂത്രത്തിന് കടുത്ത നിറം കാണുകയോ മലത്തിന്റെ നിറം വല്ലാതെ മങ്ങിയതാവുകയോ ചെയ്യുന്നത് കരൾ തരുന്ന ഒരു ചെറിയ സൂചനയാകാം.
ആറാമത്തെ ലക്ഷണം ശരീരത്തിൽ എവിടെയെങ്കിലും ചെറുതായി ഒന്ന് തട്ടിയാൽ പോലും പെട്ടെന്ന് നീലനിറം വരികയോ മുറിവുണ്ടായാൽ പെട്ടെന്ന് രക്തം നിൽക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ്. മുറിവുണക്കാൻ വേണ്ട പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത് കരളാണ്. കരൾ ക്ഷീണിക്കുമ്പോൾ ഈ പ്രോട്ടീനുകൾ കുറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി അവസാനമായി ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോവുകയോ ഒട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയോ ചെയ്യാം. ശരീരത്തിലെ അനാവശ്യ കാര്യങ്ങളെ മാറ്റാൻ കരളിന് കഴിയാതെ വരുമ്പോൾ അത് നമ്മുടെ തലച്ചോറിനൊരു ചെറിയ ക്ഷീണം കൊടുക്കാറുണ്ട്. അപ്പോഴാണ് ഈ ആശയക്കുഴപ്പമൊക്കെ വരുന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്കൊരു ഉത്കണ്ഠയും വേണ്ട. ഈ ലക്ഷണങ്ങൾ പൂർണ്ണമായും കരൾ രോഗത്തിൻ്റേത് മാത്രവുമല്ല. ശാന്തമായി നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക, സ്വയം കരുതൽ നൽകുക, അത് മാത്രം മതി. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ തുടക്കത്തിലുള്ള സൂചനകൾ ശ്രദ്ധിക്കാതെ പോകുന്നത്? അതിൽ അത്ഭുതമൊന്നുമില്ല. നമ്മുടെ ജോലി തിരക്കുകൾക്കും കുടുംബകാര്യങ്ങൾക്കുമിടയിൽ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കാൻ ആർക്കാണ് സമയം കിട്ടുക? ചെറിയ ക്ഷീണമോ വിശപ്പില്ലായ്മയോ ഒക്കെ ആയാലും നമ്മളത് സാധാരണമാണെന്ന് കരുതിവിടും. അത് നമ്മളൊക്കെ ചെയ്യുന്ന സാധാരണ കാര്യമാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കുറച്ച് ദിവസമായി തുടരുകയാണെങ്കിലോ അല്ലെങ്കിൽ കണ്ണുകളിൽ മഞ്ഞ നിറം കാണുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ പോയി കാണണം. ഡോക്ടറെ കാണുക എന്നത് പേടിക്കേണ്ട കാര്യമല്ല, അത് നമ്മളോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. ഇനി ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി പ്രതിരോധിക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. വളരെ ലളിതമായ ചില നല്ല ശീലങ്ങളിലൂടെ നമുക്ക് കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ വളരെ വലിയ ഗുണങ്ങൾ നൽകും. അതിന് വളരെ ലളിതമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പഴങ്ങളും പച്ചക്കറികളും ഒക്കെയുള്ള നല്ല പോഷകങ്ങളുള്ള ഭക്ഷണം കഴിക്കുക. ദിവസവും കുറച്ചുനേരം നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യുക. മരുന്നുകൾ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. മദ്യപാനം പരമാവധി കുറയ്ക്കുക. ഒപ്പം ഇടയ്ക്കൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ചുരുക്കത്തിൽ, എല്ലാ ദിവസവും എങ്ങനെ കരളിനെ സംരക്ഷിക്കാമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ: നിങ്ങളുടെ ശരീരത്തെ കേൾക്കുക, അതിനെ ബഹുമാനിക്കുക, അതിനാവശ്യമുള്ള വിശ്രമവും സ്നേഹവും നൽകുക. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരം ആദ്യം വളരെ പതുക്കെയാണ് നമ്മളോട് സംസാരിക്കുക. ആ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് പേടികൊണ്ടല്ല, മറിച്ച് നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. ഇതൊരു വലിയ സെൽഫ് കെയർ ആണ്. ഇന്നത്തെ ഈ സംസാരം കരളിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം ഉപകാരപ്രദമായ ആരോഗ്യ വിവരങ്ങൾ ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കാൻ ഇന്നു മുതൽ നിങ്ങൾ വരുത്താൻ പോകുന്ന ആ ചെറിയ മാറ്റം എന്തായിരിക്കും? എപ്പോഴും സന്തോഷമായിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക. ടേക്ക് കെയർ. നമുക്ക് വീണ്ടും കാണാം.